പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കൊക്കെ ഇപ്പോൾ ഒരു ആഗ്രഹമാണ് ബാംഗ്ലൂരിൽ പോയി അടിച്ചു പൊളിക്കാം ഏതെങ്കിലും ഒരു കോളേജിൽ ചേർന്നിട്ട്. എന്നാൽ ഒരു കോളേജിൽ ചേരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് തട്ടിപ്പും നടക്കുന്നുണ്ട്. ഏജൻസി മുഖാന്തരമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബാംഗ്ലൂർ കോളേജുകൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കമ്മീഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് കോളേജിൽ ചേർന്നാലും അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടും. അപ്പം അവർ എല്ലാ കോളേജും നല്ലതായിട്ടേ പറയുള്ളൂ. അപ്പം ഈ കോളേജിനൊക്കെ അംഗീകാരമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അംഗീകാരമില്ലാത്ത കോളേജുകളിലൊക്കെ അഡ്മിഷൻ കൊടുത്ത് ഈ കോളേജ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ കോഴ്സിന് ചേർന്ന് ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ കോളേജ് പോരാ, അല്ലെങ്കിൽ ആ കോളേജിന് അംഗീകാരം ഇല്ല എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അങ്ങനെ പാതി വഴിയിൽ നിങ്ങളെ പഠനം നിന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ 5 വർഷമായിട്ടോ. ഇതിന്റെ ഇടയിൽ നമ്മളെ നാട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യണം തോന്നിട്ടോ. ഇനി അഡ്മിഷൻ എടുക്കുന്നവരെങ്കിലും ഇതിൽ പെട്ടു പോകരുത് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് നേരിട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു അവരിങ്ങനെ പെട്ടുപോയി. എലങ്കയില് ഒരു കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, അത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അംഗീകാരം വെച്ചിട്ട് അവർ നെയ്സിങ് നടത്തുകയാണ്. അപ്പോൾ 2 വർഷം കഴിയുമ്പോഴാണ് അവരറിയണത്. അവരൊരു പാവപ്പെട്ട കുടുംബം, വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു നെയ്സിങ്ങിന് ചേർന്നത്. എന്നിട്ട് അവരുടെ പൈസ തിരിച്ചു ചോദിച്ചപ്പം അവർ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി. പിന്നെ ലോക്കൽസ് ഒക്കെ ഇടപെട്ടിട്ട് അവരുടെ പൈസ തിരിച്ചു കിട്ടി. അപ്പോ ഇതുപോലെ ഒരുപാട് കോളേജുകളും തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അതിലൊന്നും പെടാതിരിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ അവർ പറയും 1 വർഷം നിങ്ങൾക്ക് കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന്. അപ്പോൾ നമ്മുടെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ അവരും വിചാരിക്കും പുറത്ത് നിർത്തുന്നില്ലാതെ ഒന്നുകൂടി സേഫ്റ്റി കോളേജ് ഹോസ്റ്റലായിരിക്കും എന്ന് കരുതിയിട്ട് ഹോസ്റ്റലിലാക്കാൻ നോക്കും. ഹോസ്റ്റലിൽ അവർ അഡ്മിഷൻ തരുന്നത് 1 വർഷത്തെ ഫീസ് വാങ്ങിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവരുടെ ഫുഡ് ചിലപ്പോൾ നമുക്ക് പറ്റിക്കോണം എന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഹോസ്റ്റലിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹോസ്റ്റലിന് മാറണം എന്നുണ്ടെങ്കിൽ 1 വർഷത്തെ ഫീസ് കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ ആ ഫീസ് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് നമുക്ക് മാറാനും സാധിക്കില്ല. അപ്പോൾ ഒരുവിധം കഴിയുമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് ഏത് കോളേജിലാണോ നിങ്ങൾ ചേരുന്നത് അതിന്റെ തൊട്ടടുത്ത് മലയാളി PG ഉണ്ടോ നോക്കുക. ഇനി നിങ്ങൾ PG ആണ് എടുക്കുന്നുണ്ടെങ്കിൽ PGയിൽ നിങ്ങൾ ഫുഡ് ഉൾപ്പെടെ ആയിരിക്കും അവർ റെന്റ് പറഞ്ഞിട്ടുണ്ടാവുക. അവിടുത്തെ ഫുഡ് കഴിക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാം. അതല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ കോളേജുകൾ ഉള്ളത് കൊണ്ട് മെസ്സ് സൗകര്യവും ഉണ്ടാവും. ബാംഗ്ലൂർ പറഞ്ഞാണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഏത് കോളേജിന്റെ അടുത്ത് പോയാലും നിങ്ങൾക്ക് ഒരു മലയാളിയിലെങ്കിലും കാണാതിരിക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ ഇവിടെ ഏകദേശം എല്ലാ കോളേജിന്റെ അടുത്തുകളൊക്കെ ഒരുപാട് മലയാളീസ് ഉണ്ട്. അപ്പം അവരോടൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണോ ആവശ്യങ്ങൾ വേണ്ടത് എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരും അത് റെഡിയാക്കി തരും. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മറ്റുള്ള കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാവും. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.